السلام عليكم ورحمة الله وبركاته والحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകരെ, സഹോദര സഹോദരിമാരെ, സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ മുഖ്യ ചർച്ചാ വിഷയം അള്ളാഹുവിൻ്റെ മഹത്തായ അപരനാമമായ ഇസ്മുല്ലാഹും ഉൾപ്പെട്ട പ്രാർത്ഥന കൊണ്ട് നമ്മൾ ചോദിച്ചാൽ ഉടനെ റബ്ബുൽ ഇസ്സത്ത് ഉത്തരം നൽകും എന്നതിനെ സംബന്ധിച്ചാണ്. കഴിഞ്ഞ ചില വീഡിയോകളിലൊക്കെ ഞാൻ ഇതിനെ സംബന്ധിച്ച് വളരെ പ്രതിപാദിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾക്ക് മഹാന്മാരായ മുഫസ്സിറുകളും അതുപോലെ തന്നെ ഉലമാക്കളും ഒക്കെ രേഖപ്പെടുത്തി വെച്ചതും മഹാനായ അഷ്റഫുൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് ഇസ്മുൽ ആളമാണ്, അതുകൊണ്ട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും എന്ന് പറയുന്ന ഒരൊറ്റ പ്രാർത്ഥനയാണ് നമ്മൾക്ക് ഇന്ന് ഉൾപ്പെടുത്താനുള്ളത്. സുഹൃത്തുക്കളെ, നാം ഉപയോഗപ്പെടുത്തണം. അല്ലാതെ ഒരു കാതിലൂടെ കേട്ട് മറ്റേ കാതിലൂടെ വിടുക എന്നുള്ള ഒരു പ്രവണത നമ്മൾക്ക് ഉണ്ടായിക്കൂടാ. നാം തനിച്ചിവിടെ വന്നു, സാമൂഹ്യമായി ജീവിച്ചു, തനിച്ചിവിടുന്ന് പോകേണ്ടവരാണ് എന്നുള്ള ഒരു ബോധം നമ്മൾക്കുണ്ടാകുമ്പോൾ തീർച്ചയായും നമ്മുടെ ശരീരത്തിൽ സംസ്കരണം, ആത്മശുദ്ധീകരണം, നിയന്ത്രണം എല്ലാം ഉണ്ടാവുന്നതാണ് എന്നുള്ള പ്രാർത്ഥന ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്ത് ഇത് പ്രാർത്ഥിച്ചപ്പോൾ അത് ഇസ്മുൽ ആലമിൽ ഉൾപ്പെട്ടതാണ്. അല്ലാഹു തആല ഉത്തരം നൽകുക തന്നെ ചെയ്യുമെന്നുള്ളതാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി അന്നി അഷ്ഹദു അന്നക അൻതല്ലാഹ് لا إله إلا أنت الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد اللهم إني أسألك بأني أشهد أنك أنت الله لا إله إلا أنت الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അസ്അലുക, തീർച്ചയായും ഞാൻ നിന്നോട് ചോദിക്കുന്നു, അന്നി അഷ്ഹദു അന്നക, തീർച്ചയായും ഞാൻ നിന്നെ കൊണ്ട് സാക്ഷ്യം വഹിച്ചവനാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ ഒഴികെ ഒരു ഇലാഹില്ല, വഹ്ദഹു, നീ തനിച്ചാണ്, ലാ ശരീക ലഹു, നിനക്കൊരു പങ്കുകാരില്ല, ഒരു കൂട്ടുകാരില്ല, ലഹുൽ മുൽക്കു, നിനക്കാണ് ആധിപത്യം, വലഹുൽ ഹംദു, നിനക്കാണ് സകല സ്തുതിയും, ലക്കൽ ഹംദു, ലഹുൽ മുൽക്കു വലഹുൽ ഹംദു, യുഹ്യി വയുമീത്ത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, നീ എല്ലാ വസ്തുക്കളുടെ മേലും കഴിവുള്ളവനാണ്, നീ എല്ലാ വസ്തുക്കളുടെ മേലും കഴിവുള്ളവനാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു ഒരു ഇലാഹില്ല, വഹ്ദഹു, അവൻ ഒരുവനാണ്, ലാ ശരീക ലഹു, നിനക്കൊരു പങ്കുകാരില്ല, ലഹുൽ മുൽക്കു, നിനക്കാണ് ആധിപത്യം, വലഹുൽ ഹംദു, നിനക്കാണ് സ്തുതി, യുഹ്യി വയുമീതുഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, നീ എല്ലാ വസ്തുക്കളുടെ മേലും കഴിവുള്ളവനും ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും നീയാണ് എന്നതിൽ ഞാൻ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. അല്ലാഹ്, അന്ത അല്ലാഹ്, നീയാണ് അല്ലാഹ്, ലാ ഇലാഹ ഇല്ലാ അന്ത, നീ ഒഴികെ ഒരു ഇലാഹില്ല, അൽ-അഹദു സ്വമദു അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അസ്സമദു, അന്തൽ അഹദു, നീ വഹദാനിയത്തിന്റെ ഉടമയാണ്, നീ അഹദാണ്, ഒരു കാലത്തും വിഭജിക്കാൻ പറ്റാത്തതും വിഭജിക്കാത്തതുമായ അഹദ് എന്ന അപരനാമം ഉൾക്കൊണ്ടവനാണ് നീ, അസ്സമദു, നീ തനിച്ചവനാണ്, നിനക്കൊരു പങ്കുകാരോ കൂട്ടുകാരോ ഇല്ല, നിന്നിലേക്ക് എല്ലാവരും ആവശ്യമാകുകയും നീ ആരിലേക്കും ആവശ്യമാകാത്തവനുമാണ്. എങ്ങനത്തെ റബ്ബാണ്? ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവൻ പ്രസവിക്കപ്പെട്ടിട്ടില്ല, അവൻ മറ്റൊരുത്തന് ജന്മം നൽകിയിട്ടുമില്ല, അവനോട് തുല്യമായി കൊണ്ട് ഒന്നും ഈ ലോകത്തില്ല. ലം യകുൽ ലഹു കുഫുവൻ അഹദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഈ പ്രാർത്ഥന ഇത് ഇസ്മുൽ പെട്ടതാണെന്നാണ്. اللهم إني أسألك بأني أشهد أنك أنت الله لا إله إلا أنت الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. മഹാനായ അബൂ മൂസ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം മനുഷ്യരിൽ വെച്ച് ഏറ്റവും ശബ്ദഭംഗിയുള്ളവരായിരുന്നു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയത്രേ,
അദ്ദേഹത്തോട് ഖുർആൻ ആവർത്തിച്ച് ഓതി കേൾപ്പിക്കാൻ വേണ്ടിയിട്ട്. ചില ആളുകളൊക്കെ ഓതിയാൽ എൻ്റെ സുഹൃത്തുക്കളെ മനോഹരമായ ഓത്താണ്. അത് കേട്ട് നിൽക്കുന്നതിനകത്തും ഒരു ആസ്വാദനം ഉണ്ടാവും അല്ലേ. മഹാനായ അബൂ മൂസ റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങനത്തെ ഒരു മഹാനായ വ്യക്തിയായിരുന്നു. ഈ സൂറത്തുൽ ഇഖ്ലാസിൽ ഉൾപ്പെട്ടതാണുള്ളത്. സുലുസുൽ ഖുർആൻ പല പേരിലും അറിയപ്പെട്ടതാണ്. സുലുസുൽ ഖുർആൻ എന്ന് അറിയപ്പെടും, ഇഖ്ലാസ് എന്ന് അറിയപ്പെടും, അതുപോലെ തന്നെ ഖുൽ ഹുവല്ലാഹ്, തൗഹീദ്, മാരിഫ, നജാത്ത്, ഇങ്ങനെ ഒരുപാട് പേരുകളിൽ അറിയപ്പെട്ട പരിശുദ്ധമായ ഈ ഖുർആനിൻ്റെ വചനമായ സൂറത്തുൽ ഇഖ്ലാസ് ഉൾപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ വെക്കുന്നത്. അപ്പം നമ്മൾ ഇത് പ്രാർത്ഥിക്കുമ്പോൾ ഇത് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രാർത്ഥന, ഇത് മലയാളത്തിൽ നമ്മൾക്ക് അറിയുമെങ്കിൽ മലയാളത്തിൽ പറഞ്ഞുകൊള്ളണം. എല്ലാ ഭാഷയും തിരികെ അള്ളാഹ്, എല്ലാ ഭാഷയും അള്ളാഹ് നമുക്ക് ഇത് നമ്മൾ മുന്നിൽ വെച്ചിട്ട് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുക. ആദ്യം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അത് നമ്മൾ പറഞ്ഞോളൂ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് നമ്മൾ പറഞ്ഞോളൂ. ഇത് നിർബന്ധമായി നമ്മൾ പറഞ്ഞോളൂ. അത് ദുആ സ്വീകരിക്കാനുള്ള നിബന്ധനയാണ്, ഉപാധിയാണ്. അപ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. എന്നിട്ട് നമ്മൾ ഈ പ്രാർത്ഥന അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി അന്നി അഷ്ഹദു അന്നക അൻതല്ലാഹു ലാ ഇലാഹ ഇല്ലാ അൻതൽ അഹദുസ് സമദുൽ ലദി ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്നുള്ള പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുക. അള്ളാഹുവിൻ്റെ ദർബാറിലേക്ക് തീർച്ചയായും അല്ലാഹു തആല ഉത്തരം നൽകുക തന്നെ ചെയ്യും. നോക്കുക, സൂറത്തുൽ ഇഖ്ലാസ് ഇറങ്ങാനുള്ള കാരണം എന്ന് പറയാം, ഖുറൈശിക്കാരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് യാ മുഹമ്മദ്, ഓ മുഹമ്മദേ, സിഫ് ലനാ റബ്ബക, നിന്റെ റബ്ബിൻ്റെ വിശേഷണങ്ങളൊക്കെ ഞങ്ങൾക്കൊന്ന് പറഞ്ഞുകൊണ്ടാണ്. ഏതാ നിന്റെ റബ്ബ്? മിൻ അയ്യി ഷൈഇൻ ഹുവ മിൻ ദഹബിൻ അം മിൻ ഫിദ്ദത്തിൻ, വെള്ളി കൊണ്ടുണ്ടാക്കിയ രൂപമാണോ അതല്ല സ്വർണം കൊണ്ടുണ്ടാക്കിയ രൂപമാണോ, ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം. അപ്പോൾ അല്ലാഹു തആല ഫഅൻസലല്ലാഹു സുബ്ഹാനഹു വ തആല, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ ഖുർആനിന്റെ വചനം ഇറക്കുന്നു. അള്ളാഹുവിൻ്റെ സിഫത്തിനെ, അള്ളാഹുവിൻ്റെ ന്യായത്തിനെ സംബന്ധിച്ച് വളരെ വിശദമായി പറയുകയാണ്. ഖുൽ, നബിയെ തങ്ങൾ പറയുവണം, യാ മുഹമ്മദ്, മുഹമ്മദ് നബിയെ തങ്ങൾ പറഞ്ഞുകൊള്ളണം, ഖുറൈശിക്കാരോട്, ഹുവല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അഹദുൻ, ഒരുത്തനാണ്, ലാ ശരീക ലഹ്, അവനൊരു പങ്കുകാരില്ല, വലാ വലതുൻ, അവന് സന്താനങ്ങളില്ല, അവന് സകല ആധിപത്യവും, ഈ ദുന്യാവിൻ്റെ മുഴുവൻ ആധിപത്യവും എന്നല്ല, എന്തെല്ലാം മഖ്ലൂഖാത്തുകളുണ്ടോ അല്ലാഹു വെച്ച് ബാക്കിയുള്ളതിൻ്റെ എല്ലാ ആധിപത്യവും അവനാണ്. അല്ലാഹു സമദാണ്. മൂന്നാമത്തെ പദാർത്ഥം തന്നെ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഈ പ്രാർത്ഥന നമ്മൾ ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുക തന്നെ ചെയ്യും. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സുഹൃത്തുക്കൾ, ഇത് ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മുത്തഖീങ്ങളിൽ സ്വാലിഹീങ്ങളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയ നിരവധി ആളുകളുണ്ട്. അവർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്ത ഒരുപാട് പാപങ്ങൾ, കുറ്റങ്ങൾ, തെറ്റുകൾ ഒക്കെ നീ വിട്ടുപുറത്ത് മാഫാക്കി തന്നെ റഹ്മാനെ. റഹ്മാനെ, ഞങ്ങളുടെ ബിസിനസ്സിൽ, അതുപോലെ തന്നെ ഞങ്ങളുടെ കച്ചവടങ്ങളിൽ, ഞങ്ങളുടെ മറ്റുള്ള മാമലാത്തുകളിൽ, പ്രവർത്തനങ്ങളിൽ ഒക്കെ നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. ഞങ്ങളുടെ അഹിലും മാലിലും നീ ബർക്കത്ത് നൽകണേ റഹ്മാനെ. റഹ്മാനായ റബ്ബെ, കടം കൊണ്ട് ബുദ്ധിമുട്ടായി പ്രയാസപ്പെട്ട നിരവധി ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെയും ഞങ്ങളുടെയും കടത്തെ മുഴുവൻ നീ വീട്ടിൽ തന്നെ റഹ്മാനെ. അല്ലാഹുവിൻ്റെ കടുത്ത ബലാഗുകളെ കൊണ്ട് ഞങ്ങളെ ഒരിക്കലും പരീക്ഷിക്കല്ല റഹ്മാനെ. ഞങ്ങളെ കടുത്ത ബലാഗുകളെ കൊണ്ട് നീ പരീക്ഷിക്കല്ല റഹ്മാനെ. താങ്ങാനുള്ള ശക്തിയും കഴിവും ഞങ്ങൾക്കില്ല അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് ഒരുപാട് രോഗികളും രോഗിണികളും ഉണ്ട്. അവരുടെയും ഞങ്ങളുടെയും ഒക്കെ രോഗം നീ ശിഫ നൽകണേ റഹ്മാനെ. റഹ്മാനെ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവർ, ഞങ്ങൾ എല്ലാവരെയും, കൂട്ടുകുടുംബാദികൾ, മിത്രാദികൾ, അതുപോലെ തന്നെ ഉറ്റവരും ഉടയവരെ എല്ലാവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റബ്ബേ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.